brother. So praise God. Who's going to do the opening prayer? Darshan? I will do it. സ്നേഹമുള്ള പിതാവേ, ഈ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് അങ്ങയുടെ വചനം പഠിക്കുമ്പോൾ, വചനം മനസ്സിലാക്കുമ്പോൾ, അതിൽ നിന്ന് ജ്ഞാനം ലഭിക്കുമ്പോൾ, പിതാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ആദരങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ചിന്തകളെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ ചിന്തകളും തെറ്റായ പ്രവണതകളും ഈ വചനം വഴി ഞങ്ങൾക്ക് മാറ്റി എഴുതുവാൻ ഉള്ള അവസരം നൽകണമേ. ഞങ്ങളുടെ മനസ്സുകളെ തുറക്കണമേ. യഥാർത്ഥമായ അങ്ങയുടെ ലോകത്തിന്റെ ജീവിതം സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം വഴി ഞങ്ങൾക്ക് അങ്ങയുടെ സമീപത്തെത്തുവാൻ ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന്, അങ്ങയുടെ സുപുത്രന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തതിന് പിതാവെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ദിവസം ഞങ്ങൾ ഈ വചനം പഠിക്കുമ്പോൾ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ബ്രദർ ജോൺസിന്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. പിതാവെ, ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനും ഇങ്ങനൊരു സമയം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചതിനും അങ്ങയോട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. Praise God. Praise God. So we are going to study today how we can be victorious in this dark world. This world is in darkness and everything is coming against you. And how are you going to remain victorious every day of your life? നമ്മൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം വിജയകരമാക്കുമെന്ന് ബ്രദർ പഠിപ്പിക്കുന്നത്. അതായത് ഈ ലോകം അന്ധകാരത്തിന്റെ ശക്തിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് വിജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. യെസ് ബ്രദർ. So we see a fight between David and Goliath. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ഒരു യുദ്ധം നമ്മൾ കാണുന്നു വചനത്തിൽ. And in this fight, David is fighting Goliath, who is a total mismatch, but yet David is able to win over Goliath. ഈ യുദ്ധത്തിൽ ദാവീദിനെയും ഗോലിയാത്തിനും നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യത്യാസമുള്ള രണ്ട് മനുഷ്യരാണ്. എന്നാൽ ഗോലിയാത്തിനോട് പോരാടി ദാവീദ് വിജയം കൈവശമാക്കി. Because Goliath was a giant, taller, builder, more stronger than David, and yet David defeated him. ഗോലിയാത്ത് ശക്തനായൊരു മനുഷ്യനായിരുന്നു, ശരീരത്തിലും അതുപോലെ തന്നെ അവന്റെ ആയുധങ്ങളും അവന്റെ പടച്ചട്ടകളും എല്ലാം. എന്നാലും ദാവീദ് അവനെ കൈക്കലാക്കി. So the first key point is, you can write down, David dependent on his covenant with God to defeat the enemy. David depended on his covenant with God to defeat the enemy. ദാവീദ് നോക്കിയത് ദൈവമായിട്ടുള്ള ആ ഉടമ്പടിയായിരുന്നു. You finished? Yes. David depended on his covenant with God to defeat the enemy. Yeah. ദാവീദ് ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചു. So in this covenant, he knew that God is his covenant partner, and his covenant partner will surely show up in the battle and fight the battle for him. ദാവീദിന് മനസ്സിലായി, കർത്താവാണ് ഈ ഉടമ്പടിയുടെ പാർട്ട്ണർ, അതായത് കൂടുതൽ കൂട്ടുനിൽക്കുന്നത്. അപ്പോൾ ഏത് പ്രശ്നമായാലും ഏത് യുദ്ധത്തിലും ജയിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. So David saw that Goliath's size frightened the Israelite army because he was
9 feet and 10.5 inch tall, and his coat weighed about 125 pounds. ഗോലിയാത്തിന് 125 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. His weight now 125. Is no, yeah, his weight was 125 pounds and his height was 9.10.5 inch. 9 feet and 10.5 inch tall. 9.5 ഓക്കെ. feet. അവന്റെ ഉയരമാണെങ്കിൽ 9.10 അടി ഉയരമുണ്ടായിരുന്നു. So you see, he was a giant, and when the Israelites looked at him, everybody were frightened of him. ഇസ്രായേൽ മക്കൾ അവനെ കണ്ട് പേടിച്ചുപോയി. And nobody was as strong as he was. അവിടെ ആരും അവനേക്കാൾ ശക്തിമാനായ ഒരാൾ പോലും ഇല്ലായിരുന്നു. So David said to Goliath, I come to you in the name of the Lord of the host, the God of the armies of Israel, whom you have defiled. So it is in 1 Samuel 17, verse number 45, David is challenging Goliath. ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞത്, നീ യുദ്ധം ചെയ്യുന്നത് യഹോവയായ ദൈവത്തോട്, നിന്റെ മക്കളായ ഇസ്രായേലിനോടാണ്. So being in covenant with God is saying, I'm going to fight the battle on covenant rights, not natural rights. ദാവീദ് പറയുന്നത്, ഞാൻ ഉടമ്പടി കൊണ്ടുള്ള ആ ശക്തി കൊണ്ടാണ്, അല്ലാതെ എന്റെ ശരീരത്തിന്റെ ശക്തി കൊണ്ടല്ല. 1 Samuel 17:45, please. First Samuel 17:45. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 46. Say, read it in English. Then said David to Philistine, Thou comest to me with a sword and with a spear and with a shield, but I come to thee in the name of the Lord of hosts, the God of the armies of Israel, whom thou hast defied. This day will the Lord deliver thee into mine hand, and I will smite thee, and take thine head from thee, and I will give the carcasses of the host of the Philistines this day unto the fowls of the air, and to the wild beasts of the earth, that all the earth may know that there is a God in Israel. So when David spoke those words, did he speak based on his own strength, or did he speak based on the word of based on the covenant that he has with God? ദാവീദ് ഈ 45-ലും 46-ലും പറഞ്ഞത്, അതായത് ഉടമ്പടിയുടെ ആ ജോയിന്റ് കണക്ഷൻ വെച്ചാണ്, ദൈവമായിട്ടുള്ള ഉടമ്പടി. അവിടെ അവന് ഇതെല്ലാം സാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. Praise God. Praise God. David expected the angels of the Lord to fight with him. ഡേവിഡ് നിർദ്ദേശിച്ചത് സൈന്യങ്ങളുടെ ദൈവമായി സൈന്യങ്ങൾ, യഹോവയുടെ സൈന്യങ്ങൾ വന്ന് ഈ യുദ്ധത്തിന് ഏർപ്പെടും. David believed that the angels who are taller and bigger than Goliath were with him all the time. ഈ സൈന്യങ്ങൾ ഗോലിയാത്തിനേക്കാളും ശരീരത്തിലും ശക്തിയിലും ഉന്നതമായിരുന്നു. He believed in Romans 4:17. റോമർ 4:17 അവൻ വിശ്വസിച്ചു.
Praise God. Praise God. Praise God. David was calling those things that be not as though they were. Romans 4:17. ദാവീദ് ചിന്തിച്ചത് ഇല്ലാത്ത ആ ഇത് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇല്ലാത്തതിനെ, അതായത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. So it is very, very important that we learn to speak the language of faith, and the language of faith will always speak things that be not as though they were. വിശ്വാസത്തിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇല്ലാത്തതിനെ നമുക്ക് ഉള്ളതുപോലെ വരുത്താൻ സാധിക്കും. Praise God. Praise God. Praise God. Thank you, Jesus. Thank you, Jesus. So when David challenged Goliath, he was talking on things seen or things not seen. ദാവീദ് ഗോലിയാത്തിനോട് സംസാരിച്ചപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കണ്ടുകൊണ്ടാണ് സംസാരിച്ചത്. എനിക്ക് ഈ ഗോലിയാത്തിന്റെ അവനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. Praise God. Praise God. So when we are in the battle, do we call things that be not as though they were, or do we call things which are there as though they are really there? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇല്ലാത്തതിനെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണോ, അതോ നമ്മൾ കാണുന്ന ഈ പ്രശ്നത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? Now let's say a person got COVID. ഒരാൾക്ക് കോവിഡ് വന്നു എന്ന് ചിന്തിക്കുക. When he got COVID, is that person speaking about the COVID, or is he speaking about the word of God? അവൻ ആ കോവിഡ് വന്ന ആ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ വചനത്തെ പറ്റി സംസാരിക്കുകയാണോ, അതോ കോവിഡിനെ പറ്റിയാണോ സംസാരിക്കുന്നത്? Praise God. Praise God. Praise God. So every day in our battles, we must ask a question: am I talking things based on things not seen, or am I talking about things seen? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആ പ്രശ്നത്തെയാണോ നോക്കുന്നത്, അതോ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് വിജയം കൈവരുത്താൻ സാധിക്കുമെന്നുള്ള ആ വിശ്വാസം, അതിനെ ഓർത്തുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിക്കുകയാണോ ചെയ്യുന്നത്? God said to the prophet Joel, let the weak say, I am strong. ജോയൽ പ്രവാചനിൽ കൂടി കർത്താവ് പറയുന്നു, ശക്തിയില്ലാത്തവൻ പറയട്ടെ ഞാൻ ശക്തിയുള്ളവനാണെന്ന്. Praise God. Praise God. So is the word of God saying, when you are poor, open your mouth and say you are rich under the covenant of God? ഒരു ദരിദ്രൻ പറയണം, ഞാൻ ദൈവത്തിൽ സമ്പന്നനാണ്, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്. Praise God. Praise God. So what are we calling ourselves? When you're weak, are you calling yourself weak? Or are you calling yourself strong? When you're poor, you are in financial crisis, are you calling yourself poverty, or are you calling yourself prosperity? നമ്മുടെ ശരീരം okay, good. നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോയെന്നാണോ പറയുന്നത്? നമ്മൾ ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ ദരിദ്രനായി തീർന്നെന്നാണോ പറയുന്നത്? So what are you calling yourself? Unemployed or with fantastic job? ജോലിയില്ലായ്മ എന്നാണോ പറയുന്നത്? നല്ല ജോലി ഉണ്ടെന്ന് പറയുന്നതാണോ? What are you calling yourself? Cursed or Abraham's blessing? നമ്മൾക്ക് ശപിക്കപ്പെട്ടവനാണെന്നാണോ, അതോ നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടോ എന്നാണോ? What are you calling yourself? In bondage or in total freedom? നമ്മൾ bondage or in freedom? Yes.
സാത്താന്റെ അടിമത്തത്തിലാണെന്നാണ് നമ്മൾ പറയുന്നത് അതോ സ്വാതന്ത്ര്യത്തിലാണോ എന്ന്? What are you calling yourself? നമ്മൾ എന്താണ് പറയുന്നത്? Unrighteous or righteousness in Christ? ആണെന്നാണോ അതോ നീതിമാനല്ലെന്നോ കർത്താവിൽ നമ്മൾ പറയുന്നത്? Are you calling yourself a sinner or a born again Christian? നമ്മൾ പറയുന്നത് ഞാൻ പാപിയാണെന്നാണോ, ഞാൻ പുതിയൊരു സൃഷ്ടിയാണെന്നാണോ? Are you calling yourself a person? Are you calling yourself adopted in the family, adopted child of God in the family of God? ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ ദത്തെടുത്ത പുത്രനോ പുത്രിയാണെന്നാണ് നമ്മൾ പറയുന്നത്. Are you calling yourself a victim or a victor? നമ്മൾ ഒരു അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ അതിന് അടിമയാണോ അതോ നമ്മൾ ജയിച്ചവനാണെന്നാണോ പറയുന്നത്? Are you calling yourself a loser or a champion? നമ്മൾ നഷ്ടപ്പെട്ടവനാണോ അതോ നമ്മൾ ജയാളിയാണെന്നാണോ നമ്മൾ പറയുന്നത്? Are you calling yourself a branch without fruit, or are you calling a branch abiding in the true vine and producing abundant fruit? നമ്മൾ പറയുന്നത് അതായത് ഫലമില്ലാത്ത ആൾക്കാരാണെന്നാണോ പറയുന്നത് അതോ കർത്താവിന്റെ ആ മുന്തിരിവള്ളിയിലെ ശാഖയാണെന്നാണോ പറയുന്നത്? What do you call yourself? നമ്മൾ എന്താണ് പറയുന്നത് നമ്മളെ പറ്റി? What do you call yourself? What are you thinking you're calling yourself? What are you imagining you're calling yourself? What are you dreaming you're calling yourself? What are you planning you're calling yourself? What are you speaking the whole day you're calling yourself? And if this thinking, imagining, feeling, dreaming and all that aligns with God's word, praise God, you're a warrior. If all that is not aligning with the word of God, you're calling destruction. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പറയുന്നതെല്ലാം കർത്താവിന്റെ വചനത്തിന് എതിരായിട്ടാണോ അതോ കർത്താവിന്റെ വചനത്തിനോട് യോജിച്ചുകൊണ്ടാണോ നമ്മൾ ചിന്തിക്കണം? What are your emotions, godly or ungodly? നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമയങ്ങളിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും പ്രയാസം കണ്ട് നമ്മൾ ദേഷ്യപ്പെടുകയാണോ അതോ നമ്മൾ സമാധാനത്തിൽ റെസ്റ്റിലാണോ? Are you living by emotions or are you living by truths? നമ്മൾ സത്യത്തിലാണോ ജീവിക്കുന്നത് അതോ സമയത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ അത് കണ്ടുകൊണ്ടാണോ? Are you living by sight or by faith? കാഴ്ചയിലാണോ നമ്മൾ സത്യത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്? Are you living by faith or fear? വിശ്വാസത്തിലാണോ അതോ ഭയത്തിലാണോ? Are you living by the word or without the word? വചനത്തിനനുസരിച്ചോ അതോ വചനമില്ലാതെയാണോ? And that is what you're calling yourself. അതനുസരിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. Praise God. Praise God. So the word of God says, the Lord is the Lord of hosts. ദൈവം പറയുന്നു സൈന്യങ്ങളുടെ യഹോവയാണ് ഞാൻ. The Lord of hosts means an army of angels. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞത് അതായത് കൂടുതൽ ഏഞ്ചൽസിന്റെ അധിപൻ. Praise God. Praise God. So in 1 Samuel 17:45, put that again. One Samuel 17:45. What is he saying? I come to you in the name of the Lord of the host, Lord of hosts. ഇവിടെ 1 സാമുവേൽ 17:45 പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. Is it there, the Lord of hosts? Yes. Yes. Do you understand what is that host? Yes. That host is angelic army. And he is the Lord over this angelic army.
What happened? സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുന്ന എല്ലാ ഏഞ്ചൽസിന്റെയും അധിപൻ. So how many of you believe the angel is powerful than Goliath? One angel is enough for the army of humans. And he's saying, I'm coming in the Lord, name of the Lord of hosts. Means what? I'm coming in the name of the angelic armies, the head of the angelic armies. ദാവീദ് പറയുന്നത്, ഞാൻ എല്ലാ സൈന്യങ്ങളുടെയും കൂടെയാണ് വരുന്നത്. ദൈവത്തിന്റെ ശക്തിയുള്ള എല്ലാ സൈന്യങ്ങളുടെയും കൂടെയാണ് വരുന്നത് ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ. So David is saying, before the battle can begin, I've got angelic backing all around me, and I'm getting into this battle. That's why I'm coming in the name of the Lord of hosts. ദാവീദ് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് സൈന്യങ്ങൾ, ദൈവത്തിന്റെ യഹോവയുടെ സൈന്യത്തിന്റെ കൂട്ടത്തോടു കൂടിയാണ്. എന്റെ പുറകിൽ അവരുണ്ട്. The God of the armies of Israel. ഇസ്രായേലിന്റെ അധിപന്റെ എല്ലാ ഏഞ്ചൽ സൈന്യങ്ങളും. And you have defied the armies of God. നീ ഈ സൈന്യങ്ങളെ നീ പേരുകൊണ്ട് നീ അവരെ നിഷേധിച്ചു. And therefore the Lord will deliver you in my hand. അതുകൊണ്ട് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദൈവം. And I will smite you and cut off your head. അതുകൊണ്ട് ഞാൻ നിന്റെ തല വെട്ടി നിന്നെ ഞാൻ കൊല്ലും. Hey, wait a minute. David, you said you'll cut off his head. With what? You don't have a sword. You have got sling and 5 stones. Yes. അവന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. എന്നാൽ ആ ഒരു കല്ലും അതുപോലെ തന്നെ അതിനെ അതിനെ ചെയ്യാനുള്ള ആ ഇത് മാത്രം, ആ റബ്ബറിന്റെ. Do you cut neck with a stone? ഒരു കല്ലുകൊണ്ട് ഒരാളെ കഴുത്ത് വെട്ടാമോ? You might crush the neck with the stone, but you can't cut the neck with the stone. അതിനെ ചതയ്ക്കാൻ പറ്റും, പക്ഷെ അതിനെ വെട്ടാൻ സാധ്യമല്ല ഒരു കല്ലുകൊണ്ട്. So what is David doing? അപ്പോൾ ഡേവിഡിന്റെ ചിന്ത എന്തായിരുന്നു? He's telling a lie? അവൻ നുണ പറയുകയാണോ? Or he's speaking his faith? അവൻ വിശ്വാസ വാക്കുകളാണോ പറയുന്നത്? Even though I don't have a sword, എന്റെ കയ്യിൽ ഒരു വാളും ഒന്നുമില്ല, I still have the faith that in the battle I'll get a sword from heaven, and with that sword I'll chop off your head. എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് സ്വർഗത്തിൽ നിന്ന് കുന്തവും എല്ലാം കിട്ടും. അങ്ങനെ ഞാൻ നിന്നെ കൊല്ലും. Because God is on my side. ദൈവം എന്നോട് കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് സാധ്യമാണ്. I'm already victorious. ഞാൻ എപ്പോഴും ജയാളിയാണ്. I've spoken my faith. ഞാൻ എന്റെ വിശ്വാസത്തെ സംസാരിച്ചു. And my faith will go and get the sword for me. അതുകൊണ്ട് എന്റെ വിശ്വാസം കൊണ്ട് എന്റെ കുന്തം എനിക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടും. You know what? My faith will get your sword and chop off your own head with your sword. എന്റെ വിശ്വാസം കൊണ്ട് നിന്റെ കുന്തം കൊണ്ട് ഞാൻ. That is what David is talking about his കൊല്ലും. faith. That is what David is talking about his faith. Elsie, say that is what David is talking about his faith. ഇതാണ് ദാവീദിന്റെ വിശ്വാസമുള്ള വാക്കുകൾ. And when you and I begin to speak like that faith with a covenant language, that's when the Holy Spirit is saying, now you're talking the language of faith. I'm going to get into the battle and I will see to it that what you just spoke, I'll bring it to pass. നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ആ സമയത്ത് തന്നെ, ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ വായിൽ നിന്നും പ്രതീക്ഷിച്ചത്.
ഇത് പറയുമ്പോൾ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന്റെ മേലെ ഏർപ്പെട്ട് അത് സാധിച്ചു തരും. You're not talking like a chicken and saying, can somebody pray for me? Can somebody come and help me? And all Saul and the whole army have all chickened out and they are saying this Goliath is powerful. They are speaking the things which are there and they have already spoken their death over their life, slavery over their life. They have already spoken self-destruction over their life. And there is one man in Israel, just one man in Israel, David, who is speaking the language of the Holy Ghost. And the Holy Ghost says, come on, David, let's go get going. And that's when the anointing is on David and David is ready to go in for a fight. ദാവീദ് സംസാരിച്ചത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. കോഴിയെ പോലെ പേടിച്ചുകൊണ്ടിരുന്നില്ല. അതായത് അവന് അറിയാം അവന്റെ ബാക്കിംഗ് വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. So in a covenant, the word is a weapon. അവനോട് കൂടെയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് അവൻ വിശ്വാസം അവനെല്ലാം സാധ്യമാണെന്ന്. The word in a covenant is the weapon. വിശ്വാസത്തിന്റെ വാക്കുകള് ആ ഉടമ്പടിയുടെ അതാണ് അവന്റെ ശക്തിയും, അതായത് അവന്റെ ഉപകരണം. If the word goes wrong, that same sword will go inside you. അത് വിശ്വാസം കൊണ്ടുള്ള വാക്കല്ലെങ്കിൽ ആ വാള് തന്നെ നമ്മുടെ മേൽ നാശത്തിന് വരും. If the word is right, the sword will go into the enemy. വിശ്വാസത്തിന്റെ വാക്കാണെങ്കിൽ ആ കുന്തം നമ്മുടെ എതിരെ നിൽക്കുന്ന ശത്രുവിനെ മേൽ തന്നെ പതിക്കും. So the battle every day is the enemy wants you to open your mouth and speak your defeat, and you got you. But a person, in spite of everything against him, is still continuing to speak his faith. He has finished the enemy like COVID-19. നമ്മൾ വിശ്വാസത്തിന്റെ പേടിയില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ, ഏതെങ്കിലും അസുഖങ്ങൾ അഥവാ കോവിഡിനെ പോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ആ കോവിഡിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനെ വലുതാക്കി കാണിച്ചുകൊണ്ട് നമ്മൾ തന്നെ പറയും, മറ്റുള്ളവരോടും പറയും. എന്നാൽ അതിനു പകരം വിശ്വാസത്തിന്റെ വാക്കെടുത്തുകൊണ്ട് നമ്മൾ കർത്താവിന്റെ ഇല്ലാത്തതിനെ നമ്മൾ പ്രതീക്ഷിച്ചത്, നമ്മുടെ ആഗ്രഹം, നമ്മൾ കോവിഡിൽ നിന്ന് ഞാൻ ഹീലായി കർത്താവിന്റെ രക്തത്താൽ, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. Now Harshad is saying, I now understand how I fought the battle for my daughter. Now I understand. This brother got my words right, got my imagination right, got my thinking right, got my believing right. And then he said, can I pray for you and can I fight? He said, hold on. I'm not giving you any chance. I'm the David coming back with the head of Goliath. Harshan, did you see now? Praise the Lord. How come, man, you are so cool, man, no excitement? I wonder what the wife must be thinking. Do you at least dance or do you scream? Do you yell? No, brother. It's like there is a battle for every day, every week. There is a battle because we have to be strong for each and every battle, brother. That's what I was thinking. When that time you have given me the principle, I have done it and I have succeeded at something. For me, it's like it's great. It's great, absolutely great. But brother, the thing is that day-to-day life, sometimes in our life we used to forget the principles when we are in work. So what I mean is like in between we used to miss out. Is your wife there? Yeah, she's here. But she Yes, must be brother. feeling, this man is, after the battle has been won also, is cool. He's like, okay, let me win the next battle, then I'll celebrate. By that time, another one. So there's no celebration in your life, man. What, man, Garshan?
Brother, the celebration is there, brother. but no emotions, huh? Do you dance? No, brother. Hey, sister, before I leave Dubai, I'll teach him to dance, okay? Okay, brother. Thank you. What she must be going through here. Come on, you should show some emotions, that the victory, man. Brother, you When will you come got- and talk. Okay. When she delivered the baby and you got a baby, how are you? Oh, yeah, baby. Oh, thank you. That nurse would have got fainted. That this man has got, no. Brother, believe me, he was with the mobile phone, reciting the Bible verse to me. That's it. He was just on faith. That's it. When the baby came out, he was happy. Just a smile. No excitement, nothing. No But hug, he no was kiss to you. that like afterwards only, but not at that time. He was like completely like he was into the words. He was praying all the time. When Praise I was on pain and all. So he come to me and he will just show me the verse and he will also tell me, you recite this, you recite this. Even I'm like this. I don't show my excitement. I don't show my emotions. Huh? Come on, Harshan. Yes, brother. Start doing things what you did not do before. Yeah, come on. You got to break No, those barriers. no, brother, but he shows that, but not in front of everyone. Acha, he shows you, no? Yeah. That's enough. Yeah. That's Yeah, enough. He that is shows you, enough. no, but that's enough. Okay, at least Yeah, he's yeah. showing. I wonder what must be happening to the boss. Boss, this time we struck 3 million business. Okay. Good. Yeah, boss. The boss, another 6 million businesses. You're not showing any smile. No, brother, boss. This 6 million, no, is not good enough. You got Brother, God, man, Harshan. brother, my boss is also like that, brother. Oh, you got the anointing from there. You please ask Sister Veena. If I say I bring 1 million, he say I saw that before, brother. So he's also not sure. Your company, nobody smiles, nobody has got emotions. Huh? Brother, we have to take them to Goa in that disco light, no? That where we praise and sing, no? We have to make them dance and sing and praise. All the emotions will come. Because when the Lord told me to do that, no, disco, first of all, I've got a lot of accusation. And I said, God, if I turn the retreat house into a disco hall, I know what will happen. He said, are you going to do what I tell you? I said, yes, I'll do. So I invited everybody that, there's food served, soft drink served, everything is free. Come and let's celebrate the night, Saturday night fever. Okay. So many people came up. We had good dinner, everything. And the music started. And now the music is going and now the devil is saying, now it's going live, no? Now more accusation will come. 5 people started manifesting with demonic spirits. The moment they started, I said, Satan, you are getting exposed in these lights. And they got delivered. Next week, again there was deliverance. Next week, again there was deliverance. After that, nobody started accusing me because my God is working even in disco lights. Yes, praise God. Yes. He works in all atmosphere. Who told you Jesus won't like me dancing? No one, brother. Huh? No one. Even David was dancing and praising. Yeah, David was dancing. Now tell me one thing, in Dubai, are there any light ones like this, light? You and I will go for a dance. So we have to open a new one. The lights are on the other side. Okay.
Okay. In the kingdom of darkness, huh? Yeah. Doesn't matter. We can bring some 3-4 LED lights and dance. Yes, brother. Because you got to celebrate, man. And that celebration is you showing your gratitude to God with thanksgiving. That is what Brother. David was doing. Brother. Done? Definitely. Done, Done? brother. Done. So all the barriers are broken. Absolutely, brother. So if your boss is not dancing, let him think about himself. You are going to dance. Yes, brother. You are not going to imitate your boss. Brother, please, I have office on Sunday. Anyway, we have a long weekend, but we I have to meet him. Good. You can tell him, not David dance. Even Miriam, after Israelites from Egypt, they left, they started singing and dancing. How to make these two people understand? Elsie, you go and teach them how to dance. Praise God. So that's why you see in 1 Samuel 17:29. Look, there is where the real turning point of the match is. If David had missed here, he had lost the battle. Look at 1 Samuel 17:29. किधर है हमारा भाई, किधर है अन्नू भाई? इधर है brother. क्या है यार, कैमरा से दूर रहता है ये? Brother, what happened? Nothing, all good, brother. All warriors are there, तो मैं थोड़ा सा छुप के बैठा हुआ था, bit side, but I was listening all. So you heard what Harshan said? Yeah, he is praising me a lot. So the whole weekend will be good, no? The whole week? Sunday will be very good for us. Praise God. This is a nice way of threatening your colleague. No, long weekend, na brother. So I have to give, good things to him, for a long weekend. Okay. So let's start with 28. Bina, just read 28. Yes, brother. And Eliab, his eldest brother, heard when he spoke unto the men. And Eliab's anger was kindled against David, and he said, Why came thou down hither? And with whom hast thou left those few sheep in the wilderness? I know thy pride and the naughtiness of thy heart, for thou art come down that thou mightst see the battle. And David said, Hold on. Now, is Eliab the elder brother who is in the army falsely accusing David? See, Saul is the king, Eliab is in the army, and the whole army has chickened out, okay? David is the only one who is going around and asking, what will the person get as a reward, the one who kills Goliath? Okay, so the news reaches if you see the 27th verse, you'll get there. See the 27th verse. Or 26, look at what David is asking everywhere. That is why he got irritated. See, look, 26. And David spoke to the men that stood by him, saying, What shall be done to the man that killed his Philistine, and take away the reproach from Israel? For who is this uncircumcised Philistine, that he should defy the armies of the living God? Then people answered him. And the people answered him after this manner, saying, So shall it be done to the man that killed him. And Eliab. That is why what happened? Now Eliab is in the army, correct? Yes. Getting angry. Come on, Elsie, come on, translate that. This is a very important matter. Yes. Yes. ഇവിടെ ശമൂവേൽ 1:26, അതായത് ഈ ഗോലിയാത്തിനെ കൊന്നാൽ
എന്ത് കിട്ടും? കൊല്ലുന്നവന് എന്താണ് കിട്ടുന്നത്? കാരണം ഇവൻ ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുവന് ഇന്നിതൊക്കെയും കൊടുക്കുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. Praise God. So you see, in the camp, everybody has chickened out. Come on, Elsie. Yes, അവിടെ ഈ യുദ്ധത്തിന് വന്ന എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. David is the only one speaking. Oh, sorry. Go ahead. ദാവീദിന്റെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയാബ് അവൻ അവിടെ ഉണ്ടായിരുന്നോ? അവനും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നോ? അവന് ദേഷ്യപ്പെട്ട് അവൻ ദാവീദിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആടുകളെ ആര് നോക്കും? അവന് ഒരു അസൂയ ഭാവത്തിലാണ് അവൻ ദാവീദിനോട് സംസാരിച്ചത്. David is the only person who is believing and speaking faith. ഇവിടെ ദാവീദ് മാത്രമുള്ള വിശ്വാസത്തോടു കൂടെ സംസാരിക്കുന്നത്. There's nobody to agree with him, not even his brother. അവന്റെ സഹോദരൻ പോലും അവന്റെ ആ വിശ്വാസമുള്ള വാക്കിന് സപ്പോർട്ട് ചെയ്തില്ല. There was a covenant with Israel, and the covenant word gave them assurance that God would fight the battle and give them the victory, but nobody was there to agree to the covenant with God. കർത്താവ് ഒരു ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. അവിടെയുള്ളവരാരും അത് ഓർത്തുമില്ല, അത് വിശ്വസിച്ചുമില്ല. ഇവിടെ ദാവീദ് മാത്രമാണ് ആ വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചത്. So Eliab, the elder brother, instigated David. The devil used Eliab, the elder brother, to instigate David to get into offense and bitterness and destroy his faith. ഈ സമയത്താണ് ഏലിയാബ്, ദാവീദിന്റെ മൂത്ത ജ്യേഷ്ഠൻ, വന്നുകൊണ്ട് അവനോട് തർക്കിച്ച് ചോദിക്കുന്നത്, എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? അവന്റെ വിശ്വാസം എടുത്തു മാറ്റുവാൻ. So David, as he continues to ask the question, he is brought before King Saul. ഏലിയാബ് തുടരെ അവനോട് ചോദിച്ചു. സോൾ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് സംസാരിച്ചു. David ignored all the instigation of Eliab. He did not get involved in that argument or anything. He continued his faith. He continued to speak his faith, covenant language. And as he kept on speaking, the language that he spoke led him to the king. ദാവീദ് ഇത് കണ്ടിട്ടൊന്നും ഏലിയാബിന്റെ ഈ കാര്യങ്ങൾ ചോദിച്ചതിനൊന്നും ഒരു സംശയം വന്നില്ല. So my brother Harshan, ശ്രദ്ധിച്ചു പോലുമില്ല. ഇതാണ് So my brother Harshan, when you're going to make a deal, not everybody will be agreeing with you. But if you continue to talk the language of your covenant, that covenant language will lead you to the right client who is going to make a deal with you. Hey, Harshan, are you listening? Yes, brother. So when you are speaking the covenant language, might be nobody in the company can see you speaking. They're saying this fellow has gone mad. All the time he's talking nonsense. Can't he see what is happening? Can't he see the figure? Can't he see this? Can't he see that? And Harshan, you are a man who is saying, I can't see what I see. I can see only what God has promised me in the covenant, the things that I cannot see, but I can see it through the word of God. Are you understanding? Yes, brother. Translate, Praise the Lord. Elsie. Yes. ഹർഷന്റെ ജോലിയുടെ കാര്യത്തിൽ ബ്രദർ പറയുന്നത് ഒരുപക്ഷെ പ്രശ്നങ്ങളുള്ള ഒരു സമയമായിരിക്കാം. എന്നാൽ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ഇതിൽ കർത്താവിന്
അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ആ വിശ്വാസം ബ്രദർ ഹർഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ സംശയിക്കും, ഇവനെ എന്ത് പറ്റി, അവന് ഭ്രാന്താണോ, ഇവര് അറിയത്തില്ലേ എന്താണ് സംഭവിക്കുന്നത് എന്ന ഹർഷത്തിനൊരു മറ്റേ ഓർത്തുകൊണ്ട് സംസാരിക്കും. In the same way, Elsie, you can see what your son is going through, and the devil can keep on instigating you. Now you are looking through the covenant and you are speaking what the promise is saying. The doctors are saying this, the neighbors are saying this, everybody is saying this, the ambulance person is saying this. But Elsie, you are holding on to the promises of God, like David spoke the word Amen. of the covenant. Amen. Yes. Yeah. Yes, brother. Even in my life, whenever I see him, whenever I hold him, touch him, all the time I say, you are going to be a preacher. You are going to Praise travel God. worldwide. Amen. In your Praise hand, I can see the Bible. And people all come to know how this type of child, this change took place. Then we all will together once say, this is our Lord. Our Lord, there is no impossible. Everything Amen. is possible. World will Amen. look, Amen. you're mad. World will say, what happened? There is nothing. ഒന്നും ഇവരെ ഇനി എന്താണ് നിങ്ങൾ ഇവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇവൻ ഇങ്ങനെയായി പോയി. ചിലര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ജനിച്ച ഉടനെ മരിച്ചെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ആ സമയത്തല്ല, ഞാൻ ഇപ്പോഴത് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അവർക്ക് വചനം അറിയില്ല. പക്ഷെ ഇന്ന് ഒരിക്കലും നെഗറ്റീവ് തോട്ട്സോ നെഗറ്റീവ് വാക്കുകളോ എന്റെ ഹൃദയത്തിൽ നിന്ന് വരാതെ ദൈവം കാക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയാണ്. No one time I will say negative. All the time I say he is singing, he can see. അവന് നടക്കും, അവൻ സംസാരിക്കും, അവന് ചെയ്യാത്തത് 28 വർഷം അവന് ചെയ്യാത്തത് അതിന് ഡബിൾ ആയിട്ട് അവൻ ചെയ്യും. മറ്റുള്ളവർ അത് കണ്ട് അതിശയിക്കും. യെസ് ബ്രദർ. Brother, that really requires a translation in English. That's so beautiful. Okay, translate in English. Yes, brother. Because what happened, there are some people, they used to say, even they are Christian, but they come and they will say, now you put him somewhere, why you're taking the burden? Some orphanage or somewhere. Then I said, you think that putting him over there is a solution? It is our duty to take care of him. And now by God's grace, it is not that my ability. I trust God and he will never allow me to think about any negative words, because sometimes our sleep is always breaking. It is not a continuous. Whenever he coughs or something he need, I just say, Jesus, thank you. That is the time we attend to him. And he give a good smile. Because what happened, lying down, he waiting, someone will come just to move him and turn him and everything. And I'm so happy his sister, so much of concern. And what else I need? And I told Jen, even my daughter, I said, yes, he's going to be a preacher. He's going to be a great man on earth, where the people have not seen. Cerebral palsy child is walking, doctors get failed, hospital will get shocked, people will think, oh, what is going on there, how it happened? And with that, so many people in the world, they come to Christ. They'll say, yes, this God is the real God. As Elijah spoke to the Ahab, the same way he's going to be an instrument, very big instrument for God's work. That I say, brother. He is already preaching, because through his life, so many things have changed you and your spouse and your family. He's already started preaching. Yes, brother. Even devil wanted to just to finish what is his plan. Devil tried, but when devil saw all these changes, devil don't know what to do. Things which is impossible become impossible. Praise God. So Praise now God. when David was speaking his faith, he was brought before the King Saul. King Saul did not believe him. But now David had to show him the covenant word. And David said,
I fought the lion and I fought the bear with my bare hand. And that was because of God's covenant with me. So God's word of covenant, what he promised me, I took that word and I fought the battle against the lion and the bear with my bare hand and I won the match. So when Saul heard that, he started believing and he gave David an opportunity to go and fight Goliath. So David was tested by everybody, including King Saul, who was anointed. And when he went through the test and God's word as a weapon was tested in David's life, and he put it to test and he came back victorious with the head of Goliath. യെസ് ദാവീദിനെ പറ്റി ഏലിയാബ് അവിടെ കൊണ്ടുവന്ന് സംസാരിച്ചതിന് ശേഷം സോളിന്റെ അടുത്ത്, രാജാവായ സോളിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ദാവീദ് പറയാണ്, ഞാൻ മുമ്പ് കരടിയും സിംഹവുമായിട്ടുള്ള ആ പ്രശ്നത്തിൽ ഞാൻ കൊന്നതാണ് കരടിയെ. അതായത് അവന്റെ കർത്താവിന്റെ ആ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് സോളിന് വിശ്വാസമായി. ഇവനെ പടച്ചട്ടയെല്ലാം കൊടുത്ത് ഇവൻ യുദ്ധം ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. Praise God. Yes, brother. Yes, God. So Jesus is the Lord of hosts, the commander in chief of the angelic host. എല്ലാ സൈന്യങ്ങളുടെയും അധിപനാണ് നമ്മുടെ കർത്താവായ യേശു. Jesus is the word who became flesh. വചനം ശരീരമായി എടുത്തതാണ് നമ്മുടെ കർത്താവ്. When we die, we will all be in heaven, and the great teacher Jesus will teach us from the word. നമ്മൾ എല്ലാവരും മരിക്കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവായ യേശു നമ്മളെ പഠിപ്പിക്കും. Jesus is the word of life. യേശുവാണ് ജീവിതത്തിന്റെ the word of life. The word of life. Yes. Jesus is the light that dispels and expels darkness. കർത്താവാണ് ഇരുട്ടിനെയും അന്ധകാരത്തെയും എതിർത്ത് നിൽക്കുന്നത്. Now, please understand, in every kingdom or in every company, every institution, there is a rank and a file of authority in every kingdom. ഏത് കമ്പനിയിലായാലും എവിടെയും ഒരു അധികാരികളുണ്ട്, അതിന്റെ നേതൃത്വം വഹിക്കുന്നവർ. So also there is a ranking in Satan's kingdom. ഒരു സാത്താന്റെ രാജ്യത്തിലും അതുപോലെ തന്നെ ഒരു രാജാവുണ്ട്. First is the principalities. അത് അതിന്റെ തലവനായിട്ടിരിക്കുന്നത് You'll get the translation in Ephesians 6:12. You can put the Malayalam and English parallel, no? So she'll get both together. Yes. Ephesians Ephesians 6:12. Yes. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. Yes. So there are Brother. principalities, powers, rulers of darkness of this world, and Yes. spiritual Yes. wickedness in high places. So it is a ranking, and what the devil has done is he has come up with copying God's kingdom. Satan does not have anything but only a copy of what is in the kingdom of God. He is a counterfeit. He is a deceiver. And that's why he makes exact copy of what God is doing. And that's how he also rules his kingdom.
സാത്താൻ ചതിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവിനെ പോലെ എല്ലാ അധികാരങ്ങളും ലീഡേഴ്സും അവനും ഒരു കോപ്പിയായിട്ട് അതിന്റെ പകർച്ചയായിട്ട് അവനും എടുത്ത് അവനും കുറെ വാഴ്ചകളും അധികാരങ്ങളും എല്ലാ ശക്തികളും അവനും എടുത്തു. And that's why we know that there is order of authority in God's kingdom. കർത്താവിന്റെ രാജ്യത്തിൽ അധികാരികൾ ഉണ്ട്. So when we say demon possessed, means to be completely taken over by demon, the spirit, soul and body of a person, when it is complete control by a demon, that person is demon possessed. ഒരു അന്ധകാര ശക്തിയെ അതായത് പ്രാപിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ശരീരവും അവന്റെ ആത്മാവും എല്ലാം ആ ശത്രുവിന്റെ കയ്യിലാണ്. So the classes of unclean spirit that possess people are principalities, powers and rulers of the darkness of this world. ഇതിൽ തന്നെ അന്ധകാര ശക്തി അതായത് അൺക്ലീൻ സ്പിരിറ്റ്സ് ഉള്ളവര് അതിനും അതിൻ്റെതായ അധികാരങ്ങളും ഉണ്ട്. എല്ലാത്തിനും ഓരോ മന്ത്രിയും അതുപോലെ തന്നെ അതിന്റെ പ്രധാനമന്ത്രിയും എല്ലാ അധികാരങ്ങളും കർത്താവിനുള്ള പോലെ അവനും കോപ്പി കാറ്റായിട്ട് അവനും എടുത്തിരിക്കുകയാണ്. So a Christian cannot be demon possessed. Yes, brother. A Christian cannot be demon possessed. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു സാത്താന്റെ അധീനതയിലല്ല. Because a Christian is a new creature, old things are passed away. ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ അവന്റെ പഴയതെല്ലാം മാറി അവൻ പുതിയ ഒരു ജീവിതം എടുത്തവനാണ്. But a Christian can get a demon in his mind. ഒരു ക്രിസ്ത്യന് സാത്താനെ പറ്റിയുള്ള ചിന്ത അവന് വരാം. But the demon cannot possess a believer completely. പക്ഷെ ഒരു സാത്താനി ശക്തിയെ കംപ്ലീറ്റ് അധീനതയിൽ അവന് വെക്കുവാൻ സാധ്യമല്ല. Because a demon cannot possess the spirit of a man who is born again. ഒരു വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനിക്ക് സാത്താനെ അവനെ കംപ്ലീറ്റ് പൂർണ്ണതയിൽ അവനെ എടുക്കാൻ അവന് സാധ്യമല്ല. The devil does not have any power or authority except what I give him. സാത്താന്റെ ശക്തികളെല്ലാം പോയി. എന്നാൽ അവന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ലാതെ അവന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അവൻ നമ്മളെ ബോണ്ട് അതായത് അധീനതയിൽ വെക്കുന്നത്. Again, the devil does not have any power or authority except I give him. കർത്താവ് പറയുന്നത് അവനൊരു അധികാരവുമില്ല, ഒരു ശക്തിയുമില്ല, ഞാനാണ് അവന് കൊടുത്തിരിക്കുന്നത്. So how do I give him? Brother, it is Christ who's saying, or we ourselves, one who's falling into sin. No, when you are falling into sin, you have given your mind, not your spirit, because your spirit is a born again spirit. The devil can afflict you in the mind, in your thinking, but he cannot take possession of your spirit, because the in the spirit is the communion with the Holy Spirit. But it is my mind that I can think evil and give my mind to the devil. But I cannot give, the devil cannot take hold of my spirit, which is born again, because in that spirit dwells God himself. So a man who is born again cannot be possessed by a spirit. Yes, he can be afflicted in his mind, but not possession of the spirit. But a person who is not born again can be possessed by a demonic force. ഒരുവൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ, കർത്താവിൽ പുതിയ സൃഷ്ടിയാണെങ്കിൽ അവന്റെ മനസ്സിനെ സാത്താന് കൊടുക്കാം, ചിന്തകൾ കൊടുക്കാം, ഈവിൾ നേച്ചർ എല്ലാം അവന് കൊടുക്കാം. പക്ഷെ അവന്റെ
ആത്മാവിനെ ഒരിക്കലും നേടാൻ കഴിയില്ല. കാരണം പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. Now behind me is a door. Can you see the door opening? Yes, yes. And all the clothes are there. Okay. Now, just as I've got clothes in this cupboard, I have to open the door and wear my clothes. In the same way, God has given to mankind who are born again, he has given to his children the whole armor of God. വീണ്ടും ജനിച്ച ഒരു വിശ്വാസിക്ക് അവന് കർത്താവിന്റെ ആ സൈന്യങ്ങളുടെ ആ സഹായം കൊടുത്തിട്ടുണ്ട്. So that is what Ephesians 6:11 says, put on the whole armor of God. Don't wear half the suit. Don't be wearing only the shirt with the pant missing. No, 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 no. Let the whole suit be on you. Or you got a pant and a shirt is missing. Or a shirt is there, one sleeve is missing. No, 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 no. Let's see that nothing is missing. Put on the whole armor of God. Ephesians 6:11, Baba, Bina. Yes, ma'am. Put on the whole armor of God, that ye may Put be on the able. whole armor of God. So who is supposed to put on? I'm supposed to put on. But if I don't put on the whole armor of God, then I have given the devil the authority to attack me. But if I'm putting on the whole armor of God, Satan has no defense against no tools to fight when you have got the whole armor of God. Yeah, go ahead, let's see. Yes, ഇവിടെ എഫെസ്യൻ 4:6-11 പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മൾ ഈ സർവായുധം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ധരിക്കണം. ഒന്നും മിസ്സാവാൻ പാടില്ല. കാരണം അതല്ലെങ്കിൽ സാത്താന് അതിൽ കൂടി നമ്മളെ അടിമത്തപ്പെടുത്താൻ സാധിക്കും. So we got to wear this whole armor all the time, particularly in times of prayer and intercession. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഈ സർവ്വ ആയുധം ധരിച്ചു കൊള്ളണം. Praise God. Praise God. Praise God. So I must know that I am in Christ Jesus. എപ്പോഴും നമ്മൾ ചിന്തിക്കണം ഞാൻ ക്രിസ്തുവിലാണെന്ന്. And I must see to it that I learn from him. ഞാൻ കർത്താവിൽ നിന്ന് പഠിക്കണമെന്നുള്ള ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. So when you learn of him, you learn from the word of God. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങുന്നത്. So now I got to know how God thinks. അപ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം നമ്മെ പറ്റി എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. What God is and what God is not. What God is and what God is not. ദൈവം ആഗ്രഹിക്കുക അറിവ് നമുക്ക് കിട്ടും. There are many times we talk about Jesus as if he is powerless. ചിലപ്പോൾ നമ്മൾ സംസാരിക്കും കർത്താവിന് ശക്തിയില്ല എന്ന്. There are many times we talk about Jesus as if he is without love. ചിലപ്പോൾ നമ്മൾ സംസാരിക്കും യേശുവിന് നമ്മോട് സ്നേഹമില്ലെന്ന്. And that is absolutely not right. ഇതൊരിക്കലും ശരിയല്ല. We got to be strong in the Lord and in the power of his might. Verse number 10. Ephesians 6:10. We must be strong in the Lord and in the power of his might. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ.
So I'm putting on the whole armor of God. I have put on the whole armor of God. ദൈവത്തിന്റെ സർവായുധം ധരിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കഴിവിലും അമിത ബലത്തിലും ശക്തിപ്പെട്ട് നമുക്ക് സാത്താനോട് യുദ്ധം ചെയ്യാൻ സാധിക്കും. So let us close our eyes and make a declaration. നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. The armor of God is mine. God is mine. ദൈവത്തിന്റെ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയാണ്. This armor belongs to me. That belongs to me. The weapon, the whole armor of God, brother. Belongs to me. Yes. ഈ സർവായുധവും എന്നോട് കൂടെയുണ്ട്. It is God's suit issued to me. ഇത് ദൈവത്തിന്റെ ദൈവം തന്നിരിക്കുന്ന ധരിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. I put on this whole armor. ഞാൻ ഈ സർവായുധം ഞാൻ ധരിക്കും. I'm the only one who can take it off. എനിക്ക് മാത്രമേ അത് എടുത്തു മാറ്റാൻ സാധ്യമുള്ളൂ. The devil cannot undress me. സാത്താന് ഒരിക്കലും അത് എടുത്തു മാറ്റാൻ സാധ്യമല്ല. I choose to keep this armor on me, God's armor on me, day and night. കർത്താവിന്റെ ഈ സർവായുധം ഞാൻ എപ്പോഴും പകലും രാത്രിയും ധരിക്കും. Satan has no power against the armor of God. സാത്താന് എന്റെ സർവായുധത്തിന്റെ മേലും ഒരു ശക്തിയുമില്ല. We thank you, we praise you, Father. പിതാവായ ദൈവമേ, ഞാൻ നന്ദിയും സ്നേഹവും അങ്ങേക്ക് തരുന്നു. For teaching us this truth. ഇത് ഞങ്ങളെ പഠിപ്പിച്ചതിനാൽ, ഈ സത്യം ഞങ്ങൾ Jesus' മനസ്സിലാക്കിയതിനാൽ നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. In the book of Daniel, we have that day Daniel had an angelic visitation. Say that. In the book of Daniel 10, Daniel had an angelic visitation. Yes. Translate that. ദാനിയേലിന്റെ ജീവിതത്തിലും ഇതുപോലെ ദാനിയേൽ 10 പറയുന്നു, സൈന്യങ്ങളുടെ ആ യഹോവ, അതായത് ആർമീസ്, ഏഞ്ചലിക് വിസിറ്റേഷൻ ഈ ദാനിയേലിന് ഉണ്ടായിരുന്നു. Daniel was on a particular fast for 21 days, waiting for God to speak to him. ദാനിയേൽ 21 ദിവസം ഉപവാസം ചെയ്തു ദൈവത്തോട് സംസാരിക്കുവാൻ. Praise God. Praise God. Praise God. Thank you, Jesus. Jesus. Thank you, So Jesus. let's go to Daniel chapter 10, verse 2 to 7. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാ നദീതീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു.
ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. So read that 2 to 7, Bina or Arshan. In those days, I, Daniel, was mourning 3 full weeks. I ate no pleasant bread, neither came flesh nor wine in my mouth. Neither did I anoint myself at all, till 3 whole weeks were fulfilled. And in the 4th and 20th day of the 1st month, as I was by the side of the great river, which is Hiddekel, then I lifted up mine eyes and looked, and behold, a certain man clothed in linen, whose loins were girded with fine gold of Uphaz. His body also was like a beryl, and his face as the appearance of lightning, and his eyes as the lamps of fire, and his arm and his feet like in color of polished brass, and the voice of his words like the voice of a multitude. And I, Daniel, alone saw the vision, for the men that were with me saw not the vision, but a great quaking fell upon them, so that they fled to hide themselves. Praise God. Yes, God. So Daniel had an encounter of an angelic visitation of Gabriel, and he was waiting for 21 days, asking God in prayer for the answer. ദാനിയേൽ ദൂതനായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. കാരണം 21 ദിവസം ഉപവാസം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ കാണാൻ പറ്റിയത്. Yes, brother. So in our life, the life before Jesus' death and resurrection, and the life after Jesus' resurrection. ഇതുപോലെ കർത്താവിന്റെ കുരിശുമരണത്തിന് മുമ്പും അതിനുശേഷവും ഇതുപോലൊരു അവസ്ഥ നമുക്കും അതായത് ഒരു ഏഞ്ചലിക്കിന്റെ ഒരു ദൂതന്റെ സമീപനം നമുക്കും ഇതുപോലെ പ്രാർത്ഥിച്ച് ഉപവസിക്കുകയാണെങ്കിലും നമുക്കും കിട്ടും. Is it correct, brother, that we can also have? Yeah, that's what I'm coming to. Okay. So we are the people after the resurrection of Jesus. ഇപ്പോൾ നമ്മളാണ്, അതായത് കർത്താവിന്റെ ഉയർപ്പിന് ശേഷമുള്ളവരാണ് നമ്മൾ. We have the plan of God through the word of God and the name of Jesus. കർത്താവിന്റെ ഒരു പദ്ധതി അനുസരിച്ച് യേശുവിൽ കൂടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. Praise God. Praise God. So, and Daniel did not know what we know. Daniel did not know what we know because he was on the fast. The only way he know what God was doing was by getting God's revelation. ദാനിയേലിനെ അന്ന് കർത്താവിൽ നിന്നുള്ള ഒരു വെളിപാട് കിട്ടിയ വെളിപാട് മാത്രമേ കിട്ടിയുള്ളൂ. Praise God. So the setting of Daniel's experience is described in Daniel 10:2-7. We saw that the angel began to explain why it took him 21 days for him to get to Daniel. അപ്പോഴാണ് ഈ ദൂതൻ വന്ന് ദാനിയേലിനോട് പറയുന്നത് 3 ആഴ്ചയോട്ടം കഴിഞ്ഞു. അപ്പോൾ ദൂതൻ വന്ന് ഈ ദാനിയേലിനോട് സംസാരിക്കുകയാണ്. So now he's giving you the explanation what happened from verse number 8. ഇവിടെ 8-8 ശേഷം എന്താന്നുള്ള അതിനെ പറ്റി വിവരിച്ചിരിക്കുന്നു. From 8 onwards, please keep reading. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്നു.
ഈ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചു പോയി. എനിക്ക് ഒട്ടും ബലമില്ലാതെയുമായി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിഞ്ഞു വീണു. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. 13. Yes, you can go, you can read it later on. So let me tell you the background, because now Daniel was praying and angel Gabriel was the one to deliver the message. And what happened was, when Daniel was praying, angel Gabriel came, left that very moment giving the message. But on his journey, there was a war. And there was this prince of Persia who resisted, who stopped Gabriel's mission from moving forward. And then there was a prince of Grecia. He also comes to resist Daniel. But Daniel does not give up. There is the Holy Ghost power that comes up and destroys this grip. And one fellow, when the angel Gabriel comes, he says, your prayer was answered the first day, but it was the battle in the spiritual realm that took the delay, and now I've come to meet you after 21 days. Now, when the angel spoke to Daniel, Daniel got his answers for his question, and he began to understand the devil's strategy and his ways of attacks against the will of God. Praise God. അവിടെ നമ്മൾ കാണുന്നത്, ഗബ്രിയേൽ ദൂതൻ വന്ന് ദാനിയേലിനോട് പറയാണ്, നിന്റെ പ്രാർത്ഥന നീ സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം കൊടുത്തു. എന്നാൽ വഴിയിൽ വെച്ച് അന്ധകാര ശക്തികൾ, പാർസി രാജാവിന്റെ ആ ശക്തി, സാത്താന്യ ശക്തി, അവർ അതിനെ നേരിട്ടുകൊണ്ട് അത് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് മിഖായേൽ ദൂതൻ വന്ന് പടവെട്ടി അതിന് ഉത്തരം കൊടുത്തത് ആ പ്രാർത്ഥനയ്ക്ക്. Praise God. So in this whole thing, you see the devil's strategy to attack against the will of God. ഇവിടെ നമ്മൾ കാണുന്നത് സാത്താന്റെ ശക്തി, ദൈവത്തിന്റെ പദ്ധതി നടക്കാതിരിക്കുവാൻ. So Satan himself gets involved in an attack against humanity. സാത്താന്റെ ശക്തികൾ, അതായത് മനുഷ്യരോട് എതിർത്ത് നിൽക്കുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കുവാൻ സാത്താന്യ ശക്തികൾക്കും കഴിയുമെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. Praise God. Praise God. So Satan is a liar, and he invents new lies to deceive the truth, to deceive people and keep them away from the truth. സാത്താൻ നുണയനാണ്. അവൻ വ്യാജം പറഞ്ഞ്, അതായത് സത്യത്തെ അവൻ ഒളിച്ചു വെച്ചുകൊണ്ട് നമ്മളെ ഡിസീവ് ചെയ്യും, അതായത് നമ്മളെ ചതിക്കും. So one of the plans involves is demons assigned to the leaders in government to cause strife among each other and destroy everything that is not of the kingdom of heaven. അവന്റെ അധികാരങ്ങളും അവന്റെ
അവന്റെ ഗ്രൂപ്പും അതായത് അധികാരികളും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാം ഇതിനെതിരായി ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതിരിക്കുവാൻ അതിനെതിരായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. യോജിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കും. So one of the plans involves demons assigned to the leaders in government, cause strife against anything and everything. Praise God. Praise God. Brother, can you repeat again? One of the plans involves is that demons are assigned to go after the leaders in government offices so that these leaders or these top people will get into strife against each other. And when they get into the strife, now those powers which are supposed to work for you is now no longer working for you. Now you are getting destroyed by your own wrong understanding of the word. So Satan will work their leaders, isn't it? Not in the worldly The authorities. devil will work against the government leaders so that the humanity, where there was love, he'll bring discord. Okay. അപ്പോൾ Okay. സാത്താൻ The Okay. devil will rarely work for human race, but he will work against human race. Okay. So the reason he's working against human race so that brother will fight with his brother and sister and with his family. So wherever there are fights, that is where the devil has broken the love relationship, and now is getting that relationship turned into bitterness and hatred. Praise God. Now Satan is able to use this family in a powerful way for his kingdom. Are you understanding? Yes. സാത്താൻ ഉപയോഗിക്കുന്നത് അവന് ആരെങ്കിലും നമ്മുടെ ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവൻ നോക്കുന്നത് അതായത് നമ്മുടെ സഹോദരങ്ങളോ ബന്ധങ്ങളായിട്ടുള്ള ആ കണക്ഷൻ, അതായത് ആ സ്നേഹബന്ധം തകർത്ത് നമ്മളെ ഒറ്റപ്പെടുത്തി അവന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ നശിപ്പിക്കാൻ അവൻ നോക്കും. So please read that book of Daniel, especially the 10th chapter, and see how the angel Gabriel said your prayer was answered the day you started your prayer. But the delivery for manifestation took all this time because I was supposed to go and do the job completely. And I've done the job and I'm reporting back. Everything is done in Jesus' name. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗബ്രിയേൽ ദൂതൻ പറയുന്നത് ദാനിയേലിനോട്, നിന്റെ പ്രാർത്ഥന നീ തുടങ്ങിയ ദിവസം തന്നെ കർത്താവ് അതിന് ഉത്തരം അയച്ചു. എന്നാൽ അത് വഴിയിൽ വെച്ച് അന്ധകാര ശക്തികളുടെ ബന്ധം മൂലം അത് കൊണ്ടുവരാൻ ഇത്രയും താമസിച്ചു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും അനുഗ്രഹിക്കാതിരിക്കുമ്പോൾ ഇതെല്ലാം സാത്താന്റെ പ്രവർത്തനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനത്തിൽ കൂടി നമുക്ക് കൂടുതൽ വ്യക്തമായി അറിയാം. So you look into this homework, praise God, and you will have a great support under the covenant with the resurrection power of Jesus, that you will resist every plan of the devil, every demonic activity, and you will walk into victory. Amen. Amen. ആമേൻ. എല്ലാ സാത്താന്യ ശക്തികൾക്കും എതിരായി പ്രവർത്തിക്കുവാൻ കർത്താവിന്റെ ഉടമ്പടി അത് ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ കർത്താവ് നമുക്ക് ഉത്തരം തന്നു എന്നുള്ള ആ വിശ്വാസം, അവന്റെ സർവ്വ ആയുധവും ധരിച്ചുകൊണ്ട് നമുക്ക് സാത്താനോട് എതിർ പ്രവർത്തിക്കാം. So we can make the closing prayer. Did we learn something today? Yes, brother. Yes. Hello, did we learn something practical that you can do Yes, it? brother. Yes, brother. Yes. So you don't have to fear. We can fight it out. Okay. Yes. 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 See that you put on the whole armor of God. Don't put one armor and leaving the other part open, because that place which is open, the devil is going to attack you there. So when you have put on the whole armor of God, he has got no power against the whole armor of God. You can give him the power by not putting the armor of God. Amen. So Amen. every time the devil has been able to bash us up, it was only because we did not put the armor. If you are putting on the armor,
God has made you bulletproof. And remember, the armor is only in front. There's nothing on the back. So please don't show your back to the devil. He'll kill you. So what about my back? Get another person like, how Harshan and his boss are. They are protecting each other's back by putting on the armor of God. So when his boss is facing, he's using his faith. So his back is taken care by Harshan because they are both standing opposite to each other and they're fighting. So each one's back, their both backs are facing each other. So if they turn like this, now the enemy will kill them. So that's why they are good friends. So even if the weekend is all that is there, it is only Bol Bachchan, Amitabh Bachchan, but actually speaking, they are both standing opposite to each other like this and fighting the battle of faith in unity. And that's why big deals are happening on the way. And we are going to see more and more battles being won together. One can Praise take God. 1,000, two can take 10,000. Amen. 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 God. Amen. Amen. So please don't show your back. Praise God. Praise God. Harshan, weekend is good now. Because he needs you to protect his back. Because the armor is only in front. Yes, brother. Now don't threaten him that I'll leave your back alone. No, brother. We should be a backup for everyone possible, Everyone, brother. praise God. Praise God. Bina is saying they are good. They've got each other's back covered. What about me? I'm going to the office all alone. She had already armored completely full. All the sides are bulletproof. She has got the whole team, JCLM team, no? Yeah. That's why I'm sitting a bit far from her, or, too much current. Yeah, we are correct. On the camera, who is sitting where, it's correct. After the camera is closed, we know where it is, where everything is sitting. Praise God. Praise How God. are you, brother? All fine. Extremely good. Praise God. Praise God. I was What a listening. change, no? Yeah, I was What listening. a journey. I was listening your part 1 and part 2. About the divine strength, no? Very nice class. No, today's class, no? Mighty Bomb and CFC. Yeah. Very nice class. Both of them were excellent classes. No, first Canada was good. Yeah, first part, matter was good. First part I did not heard. Second part, yes. You hear the first part. First part also is very good. Yeah. I did not get the time. I will go and listen. And Okay. that was unbelievable, brother. 2 days back, that breakfast with this thing, Melbourne. She was there, no? Florida. Yeah. Extremely good. Yesterday. Day for yesterday. Yeah. Yeah, 2 days. Only Extremely 42 kg weight. extremely good. I heard twice. It was really good. Mm. And yesterday was Amal. No, Amal also gave fantastic about humility and meekness. No. Brother Amal is there. And he was there. Where is he? He's here. Yeah. Brother is here. Hello, Amal. Praise the Lord, brother. Swami, you're not even telling you're there in the class. Brother, I have come to eat, but sometimes when I come to eat, I'm being made to prepare the meal to give to others. But yesterday's talk, I don't know about others, but I love the topic. Very nice. The difference between attitude and meekness. Because I learned that yesterday, the difference between attitude and meekness. I have to go and search now and get one nice topic on that. Prepare a nice dinner and food on that topic called humility and meekness.
That is your magnanimity, brother. That's what I'm learning from you. So I got a good definition on that definition. I learned the definition for the first time. That's why I told you repeat 3-4 times. Brother, but you put me in a fix. Let me be very honest. I have to get. Without a fix. Otherwise, if I don't put you on a fix, will you depend on Holy Spirit? No, definitely not. You But will, then, you will come with your own spirit. And we No. don't want Amal to come with his own spirit. We want Holy Spirit to talk to us. because this sharing of word was done in my car. Oh, you were preaching from the car, huh? Yeah. So you are coming back from work. No, I was I delayed one appointment for my child so that I was waiting for her and I did. That's why when you were making me to go further, I was little more hesitant because I had to go and You collect could her. have told me, no? How will I know what you're doing here? But Sorry. it's good. It's good to know, brother, because I wasn't sure. Let me be very honest with you before this platform, what to talk and what to share. And between Joseph and meekness, that final prayer you made, that was the Holy Spirit said about when you are praying about shame. And that's where Genesis picked up by the grace of the Holy Spirit. Yeah, because each dots open up the whole ocean. Very true, brother. Yeah. So I did not know you were waiting for your baby. Yeah. Come on. Now next time you better send me one message. No, I will not force you here. Not when the baby is on the line and the wife is on the line. Anybody else is no problem. But for Harshan, I'll keep another one when the boss is on the line. I will not put pressure on him. Praise God. Brother, I'm eagerly waiting for you to see. We'll meet. Praise God. Praise Praise God. God. brother. Brother Amal. Yes, brother. Okay, let's make the closing prayer. I've got another class going on. Today classes after classes. Yeah. Continuous. I think Friday is my real test drive. Yes, right. I think how many classes? 1, 2, 3, 4, 5, and 6 classes. Praise God. Starting at 3 o'clock, winding up at 8 o'clock. Praise God. Yes, sir. Killing so many Goliaths, huh? Yeah. I'm happy. I've got no issues. If I feel sleepy, I sleep a little. But this what you all did know has really helped me by giving me that 1 hour break now before the Malayalam class. Whatever little short nap I take, I come back, I'm more fresh. Otherwise, I would be like this only. Ah. Thank you for delaying the class. You all are so nice that you all did not say, Baba, hamara raat ka 12 bajta hai. But you all were very good. Thank नहीं, you for that. 12 तो बजता है ना ब्रदर. ब्रेकफास्ट में तो 12 बज ही जाता है ना, 1 बज जाता है. No, that is okay, but but it was very good of you to delay it by 1.5 hours. It gives me the time to recharge, brother. Yeah, break. One. नहीं तो है ना वो body starts quality कम हो जाता है. 30 थोड़ा एक minutes. rest किया, थोड़ा Yeah. बीवी के साथ बात किया, बच्चे के साथ खेला, वापस आया तो वापस बैटरी चार्ज हो गया. 30 minutes break is enough. I did not sleep, but I was playing with. When you play around, you come back to mood, no? 30 minutes break is fine. Yes. Okay. Brother Amal. A closing prayer so that I can take a move for the next class. Before that, brother, can I say only one thing? I don't know why I'm sharing this. Can I? No, please share. Please go ahead. Share. We still got time. Malayalam class में कोई हाथ ऊपर नहीं करता है, बिंदास है ये लोग. मेरे को ZTV चैनल नहीं मालूम है. एशियानेट ठीक है, सन टीवी इज ओके, उदय इज ओके, बट CTV चैनल मेरे को मालूम नहीं है, brother. That's a good one, brother. That's a good one. Sun TV is okay. Yeah. Uday ZTV, TV is okay. yeah. Asianet is okay. Okay. So you take what Sun TV you take. Come on.
Brother, I don't know why. Philippians 2:13 and 14. Hmm. Could we share it? Can you brother? put that Philippians 2:13 and 14? Yeah, brother. Yes, brother. Yeah, For it is God. 12 and 13. 12, 13. Therefore, my beloved, as you have always been obeyed, and not only in my presence, but now much more in my absence, work out your own salvation with fear and trembling. For it is God who is working in both to will and to do Do his good his pleasure. good pleasure. In another way, brother, and that's what I'm learning from you. The race you are going and the running race which you are heading towards will never go to waste. Why? Because it is the Lord who is working within you and he is enjoying the work which you are doing, because he is the one who gives you the ability, the courage, and the strength And and the the wisdom revelation, to do the things. message, the message, the Sorry, brother. message. He is the one who is giving me the message. Yes, that's why he said he gives you and he himself enjoys over it. Yeah. And that's all I wanted to tell you, brother. I don't know why. Yes, God. So So now make a keep closing going, prayer. brother. Okay. Sorry, brother. Make a closing prayer, brother. Father, I thank you and I praise you, Lord, for you have given us your word as as our light, and to lead us when we were small, like your father and our mother, to help us to walk, though we have the same muscles, the muscles were informed. And thank you, Lord, for giving us a spiritual brother to take us by his hand. He would be tired, and the sleeplessness and the conviction, the courage through which you has given him a great charism to carry such a wonderful amount of people in your holy name. Thank you, Lord. As you have blessed him with the same thing, Lord, you have blessed every one of us hearing in this platform to do and replicate the same in the name of Jesus. There, how we are going unto the ends of the earth to preach the gospel. Not only preaching the gospel, Lord, but rather we are adopting it in our life and to be a light and the salt to this earth. In your holy name, we ask everything through Christ our Lord. Amen. 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 Bye-bye. See you all. Bye, brother. We'll meet at breakfast. Yeah, definitely. Bye bye. Silently.